മലയാള ന്യൂസ് ടെലിവിഷൻ ചാനലിലെ ആദ്യ ഫീമെയിൽ ചീഫ് എഡിറ്ററാണ് എൻ്റെ മുമ്പിൽ. ഒരു എക്സാമ്പിൾ മാത്രമാണ് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന. അപ്പോൾ നമ്മൾ വിവാഹിതരായാൽ എക്സാമ്പിൾ മാത്രമാണ് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഡോക്ടർ അരുൺകുമാർ സുജയ പാർവതി കോംബോ ഡെഫിനറ്റ്ലി റിപ്പോർട്ടർ മിസ് ചെയ്യും, ബിഗ് ടി വി മിസ് ചെയ്യും. ഡോക്ടർ അരുൺകുമാർ ഇവിടേക്കും വരാമല്ലോ. ഇതുവരെ കണ്ടതിനും അപ്പുറം അതുക്കും മേലെ നമ്മൾ പോകും. 10ാം സ്ഥാനത്തായിരുന്ന ചാനൽ 1ാം സ്ഥാനത്ത് എത്തിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ട് അവിടെ എൻ്റെ പരമാവധി ആ സ്ഥാപനത്തിന് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനായി എനിക്ക് ഓഫർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന തുക ഒരു കാരണമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം റിപ്പോർട്ടറിലും ശമ്പളം കൂട്ടി, എല്ലാ ജേർണലിസ്റ്റുകൾക്കും ശമ്പളം കൂടി, ബിഗ് ടി വിയിൽ ബിഗ് സാലറി കൊടുത്ത് കുറേ ജേർണലിസ്റ്റുകളെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ കോമ്പറ്റീറ്റേഴ്സും ഇതുവരെ ശമ്പളം കൂട്ടാത്തവർ വരെ കൂട്ടാൻ നിർബന്ധിതരായി. അങ്ങനെയുള്ള ഒരാൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന്റെ ഭാഗമാകാൻ വിളിക്കുമ്പോൾ പോകാതിരുന്നാലാണ് തെറ്റ്. അതുകൊണ്ട് ഞാൻ ആ തീരുമാനം എടുത്തു. ഡോക്ടർ അരുണ തീരുമാനം എടുത്തില്ല. ആൻസർ ഈസ് സിമ്പിൾ. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ജിഹ്വയാകാനാണെങ്കിൽ എനിക്ക് ജയ്ഹിന്ദോ അല്ലെങ്കിൽ ജനം ടിവിയോ അല്ലെങ്കിൽ കൈരളി ടിവിയോ ചൂസ് ചെയ്താൽ പോരെ. ഇത് എഡിറ്റേഴ്സ് കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഒരിക്കൽ പോലും നിങ്ങൾ തമ്മിലൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടായിട്ടില്ലേ? അടുത്തിരിക്കുന്ന ഒരിക്കൽ പോലും അല്ല, പലതവണ ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്കൊരു രാഷ്ട്രീയ ഭാവി ഉണ്ട്, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകയാവാനുള്ള നല്ല ഭാവി കുട്ടി എന്തെങ്കിലും ആവും ഉറപ്പായിരുന്നു.